ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എല്ലാവരും എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓണം കഴിയാറായി അല്ലേ? ഓക്കെ, ആഘോഷങ്ങളുടെ ഇടയിൽ നമുക്ക് നമ്മളുടെ റീഡിംഗ് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് കൂടി ചെക്കൗട്ട് ചെയ്യൂ. ഇവിടെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഐ തിങ്ക് യൂട്യൂബിൻ്റെ തന്നെയാണ്. ഓക്കെ, അത് യൂട്യൂബിൻ്റെ ഒരു പേജിലേക്ക് എന്തോ കൊണ്ടുപോകും അവർ. അവിടെ ഇത്രയാണ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് GPay യൂസ് ചെയ്തിട്ടാണോ അങ്ങനെ എന്തോ അതിൽ അങ്ങനെയാണ് എൻ്റെ അറിവ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ GPay ത്രൂ നിങ്ങൾക്ക് അതിൽ പേ ചെയ്യാൻ പറ്റും. അതിനിത് മന്ത്ലി ആണ്. അപ്പം നിങ്ങൾക്ക് ഈ മാസത്തെ മെമ്പർഷിപ്പ് മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത്. നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ തിങ്ക് ഓട്ടോ റിന്യൂവൽ അതിൽ കൊടുക്കാൻ പറ്റും തോന്നുന്നു, എനിക്കറിയില്ല. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ മാസത്തെ കണ്ടിട്ട് നെക്സ്റ്റ് മന്ത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾ ക്യാൻസൽ എനി ടൈം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ബട്ട് എന്താ പറയുക, അത് നല്ലോണം നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, മീൻസ് അത് പ്രോസസ്സ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് ഓട്ടോ പേ ചിലപ്പോൾ സെറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പോലും അറിയില്ല, എല്ലാ മാസവും അത് പോകും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിവേ, എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ അതിൽ കുറച്ച് ഗൈഡ് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട് എൻ്റെ. അപ്പം ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു എക്സ്ട്രാ റീഡിംഗ് ഒക്കെ ആയിട്ട് ഇടുന്നതാണ്. ഞാൻ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ വന്നത്, നിങ്ങളെ റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഓക്കെ, അതിലാണ് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യാറ്, അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിനുള്ള കുറച്ച് ഗൈഡൻസ് ആയിട്ട് ഞാൻ അതിൽ കൂടുതൽ പറയാൻ ശ്രമിക്കാം എന്നാണ് ഇപ്പം എൻ്റെ പ്ലാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ തന്നെ ഒന്ന് ബോൾഡ് ആക്കാം, കോൺഫിഡൻ്റ് ആക്കാം, നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന രീതിക്ക് കുറച്ചൊരു ഗൈഡൻസ് ആയിട്ട് കൂടുതൽ അതിൽ പറയാനുള്ളത് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, സോ താല്പര്യമുള്ളവർക്ക് നോക്കാം, ജോയിൻ ചെയ്യാം. എനിവേ, നമുക്ക് ഇന്നത്തെ റീഡിംഗ് എടുക്കാം. ഇന്ന് ജസ്റ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് വെറുതെ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ലൈഫിൽ എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു മാസം ആക്ച്വലി സെപ്റ്റംബറിൻ്റെ തന്നെ എടുക്കാം. സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. മൂൺ കാർഡ്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, Ace of Pentacles. Wow, beautiful. Two of Cups. ശരിക്കും ഞാനിത് മേ ബി യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഇത് ഹൈഡ് ചെയ്ത ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഐ തിങ്ക് ഈ ഒരു റീഡിങ് ത്രൂ നിങ്ങൾക്ക് റിവീൽ ആയിട്ട് വരുന്ന പോലെയുണ്ട്. മൂന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചില ഹിഡൻ കാര്യങ്ങൾ എന്ന് പറയും. ഓക്കെ, ചില സീക്രട്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറയുക റെവലേഷൻ എന്നാ പറയുക. റെവലേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ അറിയുന്ന പോലെ. ഓക്കെ, ചിലപ്പോൾ ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യം, രഹസ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിയുന്ന പോലെയാണ്. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നിട്ടില്ല. നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് എന്നുള്ളത് സീക്രട്ടാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന മുഴുവൻ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒന്നും ക്ലിയർ അല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ലൈഫിൽ എങ്ങോട്ടാണ് പോകുന്നത്, ഒന്നും നല്ലത് നടക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ടായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ മുമ്പിൽ കാണുന്ന അങ്ങനെയാണ്, യൂണിവേഴ്സ് കാണിക്കുന്നില്ല, അതാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു മാസം ഞാൻ റീഡിങ്ങിൻ്റെ പേരിൻ്റെ അതാണ് ഇടാൻ പോകുന്നത്. സെപ്റ്റംബർ ഐ തിങ്ക് ബ്ലെസ്സിങ്സ് എന്ന് വേണം റീഡിങ്ങിൻ്റെ പേരിടാൻ. കാരണം അത്രയും സ്ട്രോങ് ബ്ലെസ്സിങ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, ഇപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്, കാര്യങ്ങൾ പലതും മറിഞ്ഞിരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് വെയിറ്റ് ചെയ്യൂ, കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി. ഒരല്പം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ പേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു തുടക്കം എന്ന രീതിക്കാണ്. ഐ തിങ്ക് ഇന്നലെ പേജ് ഓഫ് ഫോൺസ് ആയിരുന്നു വന്നത്, അത് കഴിഞ്ഞ ഏസ് ഓഫ് പെൻറ്റിക്കിൾസിന്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൻ്റെ തുടക്കം എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതും വളരെ സ്റ്റേബിൾ ആയിട്ടൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പോൾ നിങ്ങൾ ഡെയിലി റുട്ടീനായിട്ട് ഞാൻ നേരത്തെ എഴുന്നേക്കും എന്ന് പ്ലാൻ ചെയ്താൽ അത് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് കൊണ്ടുവരും. ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യും എന്ന് പ്ലാൻ ചെയ്താൽ അത് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിപ്പോൾ മോട്ടിവേറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാടുണ്ട്. നിങ്ങൾ വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്, ഇല്ല എനിക്ക് മാറ്റിയെടുക്കണം എൻ്റെ ലൈഫിനെ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. സോ അതുകൊണ്ടായിരിക്കും
കുറച്ച് പേർക്ക് ഇവിടെ മേ ബി നിങ്ങളൊരു ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിപ്ലൈ വരും നിങ്ങൾക്ക്. ആർക്കെങ്കിലും മെസ്സേജ് ഇട്ടെന്ന് ഐ തിങ്ക് ഇന്നലെ പറഞ്ഞ കാര്യം, മെസ്സേജ് ഇട്ടതിന് നിങ്ങൾക്ക് റിപ്ലൈ വരും. ഒരു ജോലിയുടെ ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പണത്തിൻ്റെ ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും തരും, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും തരും, കുറച്ച് പണം കിട്ടാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ മേ ബി നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. കുറച്ച് ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് തന്നെയായാലും, ഈവൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരിക, നിങ്ങൾ തീരുമാനിക്കുന്നു ഇന്ന് തൊട്ടില്ല ഞാൻ ഈ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരാൻ പോകും, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് എല്ലാം മാറ്റും എന്ന് ചിന്തിച്ചാൽ അത് മതി. ഓക്കെ, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഹെൽത്ത് ബെനിഫിറ്റിന് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ കട്ട് ഡൗൺ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നല്ല കാര്യം എന്തെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ലൈക്ക് എന്താ പറയുക, നല്ലൊരു ഫുഡ്, എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഫുഡ് എന്തെങ്കിലും ആഡ് ചെയ്യും എൻ്റെ ഡെയിലി ഇതിൽ, അങ്ങനെ എന്ത് നിങ്ങൾ പ്ലാൻ ചെയ്താലും ശരി, ഫൈനാൻസിൻ്റെ കാര്യത്തിലാവാം, ഹെൽത്തിൻ്റെ കാര്യത്തിലാവാം, പഠിപ്പിൻ്റെ കാര്യത്തിലാവാം, പിന്നെ ഇവിടെ പറയും ഈവൻ റിലേഷൻഷിപ്സ്. ഓക്കെ, റിലേഷൻഷിപ്സ് ഞാൻ ലാസ്റ്റ് പറയാൻ വെച്ചതാണ്. സോ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അയക്കാം, വോട്ടെവർ, ഏത് കാര്യമായാലും നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കമായിരിക്കാം. കുറച്ച് പേർക്ക് മേ ബി ഒരു ന്യൂ റിലേഷൻഷിപ്പ് വരുന്നതായിരിക്കാം, കുറച്ച് പേർക്ക് ഉള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബെറ്റർ ആവുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കുന്ന പോലെ ആയിരിക്കാം. റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതായിരിക്കാം. ഓക്കെ, അതായത് സമയം കൊടുക്കുക, അതിന് എഫേർട്ട് കൊടുക്കുക, ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ അത് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ തയ്യാറാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരും, ആരെങ്കിലും ഒരു ഓഫറുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. മേ ബി ഒരു മാരേജ് ഓഫർ ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ജോലിയുടെ ഓഫർ ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ പഠിക്കാനുള്ള ഓഫറായി, പഠിക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നതായിരിക്കാം. സോ യെസ്, അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്തോ ഉണ്ട്. ആ സ്റ്റാർട്ടിങ് പക്ഷെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അബണ്ടൻസ് ആണ്, ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എസ്പെഷ്യലി ഫൈനാൻഷ്യലി നിങ്ങൾ വെൽ ഓഫ് നല്ലൊരു അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ശരിക്കും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യത്തെ ഒരു വിത്ത് കുഴിച്ചിട്ട രീതിയിൽ ഇതിനെ എടുത്തോളൂ. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്ത്, നിങ്ങൾ എന്താണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത്. ഈ എന്താണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അതിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരും, അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, നിങ്ങൾ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയത്തിൻ്റെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ജോലിയിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരും. കരിയറിൽ പ്രൊമോഷൻ ആയിരിക്കാം, പ്രൊമോഷൻ്റെ ഇതൊരു ലെറ്റർ കൈപ്പിടിച്ചിട്ടുണ്ട് ഒരാൾ. സോ മേ ബി ഒരു ന്യൂസ് വരും നിങ്ങൾക്ക്, ഗുഡ് ന്യൂസ് വരും നിങ്ങൾക്ക്, സന്തോഷം വരും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ നല്ലൊരു തിരിച്ച് റിട്ടേൺ നന്നായിട്ട് കിട്ടും ഫൈനാൻഷ്യലി. അല്ലാത്തവർക്ക് നിങ്ങൾ ജോലിയിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേ ബി ഒരു പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബോണസ് പോലെ കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും ശരി, എന്തിലായാലും. ഓക്കെ, ഈവൻ ഫാമിലി റിലേഷൻസ് എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ഇട്ട എഫേർട്ടിന് തീർച്ചയായിട്ടും ഡബിൾ, നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ നല്ലത് കൊണ്ടുവരും. സോ ആദ്യത്തെ വിത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു ബെനിഫിറ്റാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ ആ ഒരു തയ്യാറെടുപ്പിന് യൂണിവേഴ്സ് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആക്ച്വലി കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാണുന്നുണ്ട്. ഓക്കെ, മേ ബി റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ യെസ്, അതും വരും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലൊരു പേഴ്സൺ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു പേഴ്സൺ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഒരു സോൾമേറ്റ് വരുന്നു. സോ സോൾമേറ്റിൻ്റെ ഭാഗത്തുനിന്നായിരിക്കാം ഒരു ഓഫർ, മേ ബി ഒരു കമ്മിറ്റ്മെൻറ്റ്, മാരേജ് കമ്മിറ്റ്മെൻറ്റ് കാര്യമായിരിക്കാം. ഇവിടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു കുറച്ചുകൂടി മാരേജ് ലെവലിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ മാരേജ് പോസിബിൾ ആയ ആൾക്കാർക്ക്, അല്ലാത്തവർക്ക് നിങ്ങളുടെ ബന്ധം ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും. കുറച്ച് പേർക്ക് ഈവൻ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, ഓക്കെ, ഫ്രണ്ട് ആയിരിക്കാം, നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും. ഈ പിക്ചർ ഒന്നും നോക്കണ്ട, ഇറ്റ്സ് ഓക്കെ. 2 ഓഫ് കപ്സ് എനർജി നമ്മൾ പറയുന്നത് നല്ലൊരു ഫ്രണ്ട്, ഫാമിലി മെമ്പർ, ആരെങ്കിലും നിങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സോ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഈവൻ ബിസിനസ്സിൻ്റെ പാർട്ട്ണറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് വളരെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഏസ് ഓഫ് ഫയറും ഉണ്ട്, അതുകൂടി പറയാതിരിക്കാൻ വയ്യ എനിക്ക്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് ഫയർ ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഐഡിയാസ് ഓക്കെ അത് വളരും, ഗ്രോ ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും, വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഈ ഒരു സമയം, ഈ ഒരു നമ്മൾ പറയില്ലേ വിഷമങ്ങൾ കാര്യങ്ങളിലുണ്ടായിരുന്ന ഒരു ഫേസ് അത് എൻഡായി പോവാണ്. ഓക്കെ, അത് മാത്രമല്ല ആക്ച്വലി ഇവിടെ മേ ബി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒരുപാട് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ വളരെയധികം യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ റിലാക്സ് ആവും. നമ്മൾ ശരിക്കും ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ തനിയെ മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, ആ മനസ്സിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ശാന്തമാവും എല്ലാം.
നമുക്കറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നും, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആകെ റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും. അത് മാത്രമല്ല നിങ്ങളുടെ ഇതുവരെ എന്തെങ്കിലും നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഇല്യൂഷൻസ് ഒക്കെ മാറിപ്പോവും. നിങ്ങളിനി ആ ഒരു എന്താ പറയുക കൺഫ്യൂഷൻ പുറത്തു വരും. നിങ്ങൾ മൈൻഡ് കൺഫ്യൂസ്ഡ് ഒക്കെ ആയിരുന്നെങ്കിൽ ആ കൺഫ്യൂഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന കാര്യമാണ്. സോ ആ ക്ലാരിറ്റി വരുന്നതോടെ നിങ്ങളുടെ ലൈഫ് തന്നെ മാറി വരും. എനിക്ക് അതിൻ്റെ ഇവിടെ ജസ്റ്റിസ് യെസ്, തീർച്ചയായിട്ടും ഇത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഞാൻ അർഹിക്കുന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഡോണ്ട് വറി. ആക്ച്വലി ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഏസ് ഓഫ് ഇതും രണ്ടും കൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും മുന്നോട്ട് നല്ല രീതിക്ക് പോകുന്നതാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് വരും, അബണ്ടൻസ് നിങ്ങൾക്ക് വരും. ക്രിയേറ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, ആക്ഷൻ എടുക്കും. നിങ്ങൾ ആക്ച്വലി നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അതിനുള്ള ആക്ഷൻ എടുക്കണം. വെറുതെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലേ. അതിൻ്റെ ആക്ഷൻസ് ആക്ച്വലി നിങ്ങൾ എടുക്കുകയും ചെയ്യും, നിങ്ങൾ ചെയ്യും. എന്താണോ വേണ്ടത്, ഇനി നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ എന്ത് വേണോ എന്ന് ഐ തിങ്ക് നിങ്ങൾ തന്നെ ചെയ്യാൻ തയ്യാറാവും. അതിന് യൂണിവേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, സെപ്റ്റംബറിൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എല്ലാം ഒരു ഇതായിട്ട് വെച്ചിരിക്കുകയാണ്. ബട്ട് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വളരെ നല്ലതാണ്, മനോഹരമായൊരു ഫ്യൂച്ചറാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റായിട്ട് നിങ്ങൾക്ക് കാണും. ഓക്കെ, ജസ്റ്റ് കുറച്ച് ഒരാക്കൽ കാർഡ്സ് കൂടി നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഡൈവിങ് ഇൻ ടു എ ടാസ്ക്. യെസ്, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഇത് കുറേ തവണ ചാടി ചാടി വരും ചെയ്തു, വീണ്ടും വന്നു. റിസോഴ്സ്ഫുൾനെസ്. ഓക്കെ, ഞാൻ അത് എടുക്കണോ വേണ്ടേ? റിവലേഷൻ. വാവ്, അഗൈൻ refusal of the call and forgiveness. Okay, beloved, radical acceptance. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ 2 of Cupsന്റെ കാര്യം 2 ആണ് അവിടെ നമ്പറും. സോ ഇത് 2 of Cups എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സോൾമേറ്റ് വരും എന്ന രീതിക്ക് തന്നെയാണ്. പാർട്ട്ണറായിട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ചോദിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു പാർട്ട്ണർ പുതിയതായിട്ട് പരിചയപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള പാർട്ട്ണർ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. എനിക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. ആൻഡ് അവർ നിങ്ങളെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റൻസ് ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ വളരെ നല്ലൊരു അതൊരു കാർഡ് നമുക്ക് കൺഫർമേഷൻ. ആൻഡ് ഇവിടെ നിങ്ങളോട് പറഞ്ഞ ഡൈവിങ് ഇൻ ടു എ ടാസ്ക്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫുള്ളായിട്ട് ഇനി ഇറങ്ങിത്തിരിക്കും. ഓക്കെ, ഇനി നിങ്ങളൊന്ന് പേടിച്ച് ബാക്ക് ആവില്ല. ഓക്കെ, മടിച്ച് നിൽക്കില്ല. ഓക്കെ, നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ ഇറങ്ങാൻ അതിലേക്ക് ഇനി എന്താ പറയുക ഡീപ്പ് ഡൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്ടെങ്കിൽ എനിക്ക് ഫുള്ളി നിങ്ങൾ എല്ലാം സമർപ്പിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കും. ഓക്കെ, യെസ് ഞാൻ ഇത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ പോലെ. സോ ഐ തിങ്ക് നിങ്ങളുടെ എനർജി എനിക്ക് അങ്ങനെയാണ് പിക്ക് ആവുന്നത്. നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. യെസ് എനിക്ക് ബെറ്റർ ആവണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ഇവിടെ റിസോഴ്സ്ഫുൾനെസ് ആണ്. നിങ്ങൾക്കെല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഇത് ശരിക്കും നമ്മുടെ കാക്ടസിൻ്റെ ഒരു ഇതാണ്, മുള്ള് മേലേക്ക് മുള്ളല്ലേ. സോ ഇത് ശരിക്കും നമുക്ക് പറയുമ്പോൾ നമ്മൾ ഇതെന്തിനാണ് ഈ മുള്ള് ഇവിടെ? ഈ ചെടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വേറെ നമ്മൾ പുറമേ നിന്നുള്ള അറ്റാക്സിൽ നിന്ന് നമ്മൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ന രീതിക്ക് എടുക്കാം. സോ ഇവിടെ അഗെയിൻ എനിക്ക് കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളിനി മുന്നോട്ട് നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, വേറെ ആരും നിങ്ങളെ വേദനിപ്പിക്കാൻ ഇനി നിങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ, അത് നിങ്ങളുടെ ചേഞ്ചാണ്. നിങ്ങൾ എന്ന് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ അങ്ങോട്ട് വേദനിപ്പിക്കാൻ വേണം വെച്ച് പോവില്ല അല്ലേ, വേണം വെച്ച് പോകുന്നതല്ല. നമ്മുടെ മേത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ യെസ് ഈ മുള്ള് നമ്മൾ അവർ ബ്ലോക്ക് ചെയ്യും എന്ന രീതിയിൽ. സോ ഇവിടെ എനിക്ക് അതുമാത്രമല്ല റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും. അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാനും നിങ്ങൾക്ക് എന്ത് ക്ലൈമറ്റിലും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് കാക്ടസ് അങ്ങനെയല്ലേ ഏത് മരുഭൂമിയിലും അല്ലേ വളരും. സോ അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാ പറയുന്നത്. എന്ത് എവിടെ കൊണ്ട് ഇട്ടാലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നെടുക്കാം. ആൻഡ് ഇവിടെ ഇതും റെവലേഷൻ നേരത്തെ പറഞ്ഞത് മൂണിൻ്റെ കാർഡ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്കിനി മുന്നോട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്കത് ഇപ്പം നിങ്ങളുടെ അടുത്ത് അത് മറക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഐ തിങ്ക് അത് തിരിച്ചറിയാൻ തുടങ്ങും നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ ഈ മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അറിയും. ആൻഡ് ഇവിടെ റെഫ്യൂസൽ ഓഫ് ദ കോൾ എന്ന് പറയുന്നുണ്ട്. ഡ്രീം തീഫാണ്. സോ ഇവിടെ നിങ്ങളോട് ശരിക്കും നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ട്, എന്തോ നിങ്ങളുടെ മനസ്സിൽ ചില ഡ്രീംസ് ഉണ്ട്. അതിനെ നിങ്ങൾ മാറ്റി വെച്ച് കാണാം. കാരണം മറ്റുള്ളവർ എന്തു പറയും, അല്ലെങ്കിൽ നടക്കുമോ ശരിയാവോ ഇല്ലേ, പല പല ചിന്തകൾ അല്ലേ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് എനിക്ക് മുമ്പ് നടന്നിട്ടില്ല, പിന്നെ ഞാൻ ശ്രമിച്ചാൽ നടന്നില്ലെങ്കിലോ, അങ്ങനെയുള്ള പല ചിന്തകളും. സോ നിങ്ങളുടെ ഡ്രീം ഐ തിങ്ക് നിങ്ങൾ തന്നെ
ഒഴിവാക്കി വെച്ചിട്ടുണ്ട്, ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ആ ഡ്രീം നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നാ പറയുന്നത്, നിങ്ങൾ കേൾക്കാതിരിക്കരുത് എന്നാ പറയുന്നത്. ഓക്കെ, റെഫ്യൂസൽ ഓഫ് ദ കോൾ, അതായത് ഒരു ഡ്രീമിൻ്റെ ഒരു വിളി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അതുണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ചെയ്യൂ, അത് ഫോളോ ചെയ്യൂ എന്നാണ് പറയുന്നത്. അത് നിങ്ങളെ യൂണിവേഴ്സായിട്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ്. റിപ്പയർ ദ വെയിൽ, ഫോർഗിവ്നെസ് ഉണ്ട്. ഓക്കെ, എവിടേക്കോ നമ്മൾ കുറച്ച് ഫോർഗിവ്നെസ്സിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് നിങ്ങളോട്. അവനവനെ ഫോർഗിവ് ചെയ്യുക, നിങ്ങളെ വേദനിപ്പിച്ചവരെ ഫോർഗിവ് ചെയ്യുക. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാപ്പ് നമ്മൾ യൂണിവേഴ്സിനോട് പറയാം. ദാറ്റ് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് മാപ്പ് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ആൻഡ് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് കൊടുക്കുക. അത് മാത്രമല്ല, ഈവൻ സിറ്റുവേഷൻസ് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ മുൻപ് സംഭവിച്ച കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചതുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ഫോർഗീവ്നെസ് ഇവിടെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ പോവുള്ളൂ. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ ആക്ച്വലി വളരെ പ്രോമിനൻ്റ് ആയിട്ട് 10 വന്നിരുന്നു. സോ 1 ആണ്. ആൻഡ് ഇവിടെ 29ഉം 11 ആണ്. 11 and 2 ആണ്. സോ മാത്രമല്ല 1 വന്ന പോലെ തോന്നി എനിക്ക്. അതാണ് മെയിനായിട്ട്. ഇത് 12 ആണ്. ഓക്കെ, 10, 11, 12. വാവ്. 13. ഓ വാവ്. 9. ഓക്കെ, വാവ്. ഇതിങ്ങനെ വെച്ചാൽ നോക്കൂ. മൈ ഗുഡ്നസ്. 9, 10, 11, 12, 13. ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ നിങ്ങളുടെ സീക്വൻസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് നിങ്ങളുടെ ഒരു ഗ്രോത്ത്. ആദ്യം ഫോർഗിവ്നെസ് ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. ആദ്യം നിങ്ങൾ പഴയതിനെ മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. മനസ്സിൽ നിന്ന് മുമ്പ് നടന്ന കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാം. ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് പുതിയതായിട്ട് എന്ത് തുടങ്ങണോ അതിലേക്ക് മുന്നോട്ട് പോവാം. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾക്ക് അതിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് എന്താ ലൈഫിൽ പാത്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് നിങ്ങളുടെ ഒരു ഡ്രീമാണ്, ഡ്രീമിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. സോ യെസ്, സീക്വൻസ് വളരെ ഭംഗിയായിട്ട് എനിക്ക് 9, 10, 11, 12, 13 പോരെ. ഓക്കെ, ആൻഡ് നമ്പേഴ്സ് ഒരിക്കൽ കൂടി ഇവിടെ പറയാം. 45, 10, 29, 57, 13. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ നമ്പേഴ്സ്. അതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ഏജോ നമ്പേഴ്സൊക്കെ ആയിട്ട് റെസനേറ്റ് ആവാം. ഓക്കെ, സോ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.